ഹലോ ഫ്രണ്ട്സ്, റാങ്ക് മേക്കറിന്റെ കോപ്പറേറ്റീവ് സജി സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോർപ്പറേഷന്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ബെനിഫിറ്റ്സ് എന്നിവയാണ്. കോർപ്പറേഷന്റെ ഏകദേശം 14ഓളം ഫീച്ചേഴ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കേൾക്കുമ്പോൾ വളരെ ബേസിക് നോളജ് എന്ന് തോന്നാമെങ്കിലും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് വളരെ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കോർപ്പറേഷന്റെ ആദ്യത്തെ ഫീച്ചേഴ്സ് ആയി പറയുന്നത് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ആളുകളുടെ അസോസിയേഷൻ ആണ്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഫോം ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന ഇൻഡിവിജ്വൽസ്, അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കോമൺ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉള്ള ആളുകളായിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് കോമൺ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആളുകൾക്കാണ്, ഒരിക്കലും ക്യാപിറ്റലിനല്ല. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ആളുകൾക്കാണ്, ക്യാപിറ്റലിനല്ല. എംഫസിസ് ഈസ് ഓൺ പീപ്പിൾ, നോട്ട് ഓൺ ക്യാപിറ്റൽ. രണ്ടാമത്തെ ഫീച്ചറായി പറയുന്നത് കോപ്പറേറ്റീവ് ആസ് ആൻ എന്റർപ്രൈസ് എന്നാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമ്മൾ എന്റർപ്രൈസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും മെമ്പേഴ്സ് തന്നെയാണ്. ഈ സൊസൈറ്റിയുടെ മെമ്പേഴ്സിന് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആകുന്നതിന്റെ ഭാഗമായി അവർക്ക് ഒരു റിസ്ക്കും അതുപോലെ തന്നെ കോസ്റ്റും ബെയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രോഫിറ്റിന് അവിടെ ഒരു സെക്കൻഡറി ഇമ്പോർട്ടൻസ് മാത്രമാണ് വരുന്നത്. പ്രൈമറി ഇമ്പോർട്ടൻസ് നമ്മൾ നൽകുന്നത് സർവീസിനാണ്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവായി പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണെന്നുള്ളതാണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പ് വോളണ്ടറി ആണ്. ആളുകൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് അവരുടെ ഫ്രീ വിൽ പ്രകാരമാണ് ജോയിൻ ചെയ്യുന്നത്. യാതൊരു തരത്തിലുള്ള ഫോഴ്സോ പ്രഷറോ കമ്പൽഷനോ മെമ്പേഴ്സിന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയോ അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടിയോ വരുന്നില്ല. മെമ്പേഴ്സ് വോളണ്ടറിലി ജോയിൻ ചെയ്യുന്നു, വോളണ്ടറിലി ലീവ് ചെയ്യുന്നു. നാലാമത്തെ ഫീച്ചറായി പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ എന്ന് പറയുന്നത് സർവീസ് ആണ്, നോട്ട് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പ്രൈമറി പ്ലേസ് സർവീസിനാണ്, ഒരിക്കലും പ്രോഫിറ്റിനല്ല. പ്രോഫിറ്റിന്റെ സെക്കൻഡറി പ്ലേസ് മാത്രമാണ് കിട്ടുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ മെമ്പേഴ്സിന്റെ വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇനി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇൻ കേസ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻസിഡന്റൽ ആണ്. പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കൊണ്ട് തെറ്റില്ല, പക്ഷെ എപ്പോഴും അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് മെമ്പേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നതായിരിക്കണം. അതാണ് നെക്സ്റ്റ് പോയിന്റിലും പറയുന്നത്, സർവീസ് ആയിരിക്കണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്നത്. അഞ്ചാമത്തെ ഫീച്ചറായി പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ദ പുവർ ആണ്. സൊസൈറ്റിയുടെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഷെൽട്ടർ ആയിട്ടാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ പോയിന്റ് എക്സാമുകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. കോപ്പറേഷൻ എന്ന് പറയുന്നത് ഷെൽട്ടർ ഫോർ ദ ഡൗൺ ട്രോഡൻ ആണ്. അതായത് പുവർ ആൻഡ് വീക്കർ സെക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത്. ആളുകൾക്ക് അവരുടെ എക്കണോമിക് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും സെൽഫ് റിലയൻസ് ഉറപ്പുവരുത്താനും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കണം. അതുപോലെ മെമ്പേഴ്സിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കണം. ആറാമത്തെ ഫീച്ചറായി പറയുന്നത് ഇക്വിറ്റി ആൻഡ് ഈക്വാലിറ്റി ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റൈറ്റ് ആണ് ഉള്ളത്. അതുപോലെ എല്ലാ മെമ്പേഴ്സിനും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഒരു കാരണവശാലും മെമ്പേഴ്സിന്റെ ഇടയിൽ യാതൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഉണ്ടാവില്ല. അതായത് ഒരു മെമ്പറും സുപ്പീരിയർ അല്ല, ഒരു മെമ്പറും ഇൻഫീരിയർ അല്ല എന്നാണ് പറയുന്നത്. ഒരു മെമ്പർ എത്രത്തോളം ഷെയർസ് ഹോൾഡ് ചെയ്താലും റിഗാർഡ്ലെസ് ഓഫ് ദ നമ്പർ ഓഫ് ഷെയർസ് അവർക്ക് സൊസൈറ്റിയിൽ എല്ലാ മെമ്പേഴ്സിനും 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന മെമ്പർക്കും 1 ഷെയർ ഹോൾഡ് ചെയ്യുന്ന മെമ്പർക്കും സൊസൈറ്റിയിൽ ഈക്വൽ റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഏഴാമത്തെ ഫീച്ചറായി പറയുന്നത് ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡെമോക്രാറ്റിക്കലി ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് 1 മെമ്പർ 1 വോട്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൊസൈറ്റിയിൽ 1000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കും 1 ഷെയർ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കും അവർക്ക് 2 പേർക്കും 1 വോട്ട് വീതമാണ് ഉള്ളത്. അതായത് സാധാരണ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെല്ലാം എത്ര ഷെയർ ഹോൾഡ് ചെയ്യുന്നു അത്രയും വോട്ട് കിട്ടും. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു മെമ്പർക്ക് 1 വോട്ടാണ്. ഈ 1 മെമ്പർ 1 വോട്ട് എന്നത് മെക്ലഗൻ കമ്മിറ്റി മുന്നോട്ട് വെച്ച ആശയമാണ്. അത് പലപ്പോഴും എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ ഒരിക്കലും വോട്ടിംഗ് പവറിനെ ഡിസൈഡ് ചെയ്യില്ല.
അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം പോയിന്റ് ആണ്. ഒരു മെമ്പർ എത്രത്തോളം ഷെയർസ് ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാലും അയാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവൂ. ദെൻ ജനറൽ ബോഡിയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. അതുപോലെ മാനേജ്മെന്റ് ഈസ് അക്കൗണ്ടബിൾ ടു മെമ്പേഴ്സ്, അതായത് സൊസൈറ്റിയുടെ കൃത്യമായിട്ടുള്ള നടത്തിപ്പ് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തമാണ്. എട്ടാമത്തെ ഫീച്ചറായി പറയുന്നത് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഷെയർ ക്യാപിറ്റലിന് അവർക്ക് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്? അതിന്റെ റീസൺ നമുക്ക് പഠിക്കാം. അതായത് പ്രിവെന്റ്സ് ഡോമിനൻസ് ഓഫ് വെൽത്തി മെമ്പേഴ്സ്. അതായത് കുറച്ച് ആളുകളിലേക്ക് മാത്രം സമ്പത്ത് അടിഞ്ഞുകൂടുന്നത് അല്ലെങ്കിൽ കുറച്ച് ആളുകളിൽ മാത്രം വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. മാത്രമല്ല നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സർവീസ് മോട്ടീവ് ഉള്ള ഒരു സൊസൈറ്റിയാണ്. അവിടെ പ്രോഫിറ്റിന് സെക്കൻഡറി സ്ഥാനമാണ്. അതുകൊണ്ടും ക്യാപിറ്റലിന് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആണ് കൊടുക്കുക. മെമ്പേഴ്സിന്റെ ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലുള്ള ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ആശയം കോപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വെച്ചത്. അടുത്ത ഫീച്ചറായി പറയുന്നത് നോ റൂം ഫോർ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ളതാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ രൂപീകരിച്ചു, അതിന്റെ പ്രാരംഭഘട്ടത്തിൽ അതിനായിട്ടുള്ള കാരണങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിന്റെ ഇവൽ എഫക്റ്റിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ആശയം കൊണ്ടുവന്നത്. അതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ പ്രിവെന്റ് ചെയ്യുക എന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതായത് മിഡിൽമെന്നിന്റെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്നും ആളുകളെ, കൺസ്യൂമേഴ്സിനെയും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കണം. അതിലൂടെ ഫെയർ ഡീലിംഗ്സ് എൻഷുർ ചെയ്യാനും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പറ്റും. അടുത്ത ഫീച്ചറായി പറയുന്നത് കോർപ്പറേഷന്റെ മോട്ടോയാണ്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ മോട്ടോ എന്താണെന്നും ഇത് ആരാണ് നൽകിയതെന്നും കോപ്പറേറ്റീവ് എക്സാമുകൾക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. FW റൈഫീസൺ ആണ് ഈ ഒരു മോട്ടോ നൽകിയത്. അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മോട്ടോ ആയിട്ട് നമ്മൾ സെൽഫ് ഹെൽപ്പ്, മ്യൂച്വൽ ഹെൽപ്പ് എന്നും പറയാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എൻജോയ് ചെയ്യുന്നുണ്ട്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൽ നിന്നും ഡിസ്റ്റിങ്ക്റ്റ് ആയി നിലനിൽക്കുന്നു. മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായി സൊസൈറ്റിക്ക് ഒരു വ്യക്തിത്വമുണ്ട്, ഒരു ലീഗൽ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രോപ്പർട്ടീസ് ഓൺ ചെയ്യാനും കോൺട്രാക്റ്റുകളിലേക്ക് എൻ്റർ ചെയ്യാനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മറ്റൊരു പാർട്ടിക്ക് മുകളിൽ കേസ് കൊടുക്കാനും അതുപോലെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരെ മറ്റൊരാൾക്ക് കേസ് കൊടുക്കാനുമുള്ള അവകാശമുണ്ട്. മെമ്പേഴ്സ് എത്ര തന്നെ മാറിയാലും, മെമ്പർഷിപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരുന്നാലും കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സിസ്റ്റ് ചെയ്യും. അതാണ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് എന്ന പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ. കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ ആണ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ബേസ് ചെയ്യുന്നത് സോഷ്യൽ ജസ്റ്റിസ്, മ്യൂച്വൽ എയ്ഡ്, ഡെമോക്രാറ്റിക് വാല്യൂസ് എന്നിവയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും. എക്കണോമിക് ആൻഡ് സോഷ്യൽ ഗോൾസിനെ ബാലൻസ് ചെയ്യുക എന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ആണ്. അതായത് ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആളുകൾക്ക് കോർപ്പറേറ്റ് ലൈഫ് ഉണ്ടാകുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് കോർപ്പറേറ്റ് ലൈഫ് എന്ന് ആദ്യം മനസ്സിലാക്കാം. അതായത് സൊസൈറ്റിയുടെ വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്കും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉറപ്പുവരുത്തുക എന്നതാണ് കോർപ്പറേറ്റ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളക്റ്റീവ് ഡിസിഷൻ മേക്കിങ്ങിനെ കോപ്പറേറ്റീവ് സൊസൈറ്റി എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാമാണെന്നതാണ്. നമ്മൾ ഫീച്ചേഴ്സിൽ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെയാണ് നമുക്ക് ഒബ്ജക്റ്റീവ്സിലും വരുന്നത്. മിഡിൽ മെന്നിനെ എലിമിനേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ പാവപ്പെട്ട ആളുകളുടെ എക്കണോമിക് സ്റ്റാറ്റസ് റേസ് ചെയ്യാൻ സഹായിക്കുക, ക്യാപിറ്റലിസത്തിന്റെ ഇവൽസിനെ റിമൂവ് ചെയ്യുക, അതുവഴി എംപ്ലോയീസിനെ അല്ലെങ്കിൽ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യുക, മെമ്പേഴ്സിന്റെ മോറൽ സ്റ്റാൻഡേർഡ്സ് റേസ് ചെയ്യുക, കമ്മ്യൂണിറ്റിയുടെ പ്രോസ്പെരിറ്റി ഇൻക്രീസ് ചെയ്യുക. അതായത് പ്രോസ്പെരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എല്ലാത്തിന്റെയും കൂടെ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മളിവിടെ പ്രോസ്പെരിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സോഷ്യൽ ഇൻഇക്വാലിറ്റീസിനെ അബോളിഷ് ചെയ്യുക, അതുപോലെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഉറപ്പുവരുത്തുക. ദെൻ നമ്മൾ ടീച്ചേഴ്സിൽ പറഞ്ഞ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, അതായത് കോർപ്പറേറ്റ് ലൈഫും സോഷ്യൽ ലൈഫും, കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ ലൈഫിന്റെ ഡെവലപ്മെന്റ് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സ് ആണ്. അതിൽ ആദ്യം നമുക്ക് എക്കണോമിക് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്കണോമിക് ബെനിഫിറ്റ്സിൽ ആദ്യം പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി സർവീസ് മോട്ടീവ് ഉള്ളതാണ്. അതായത് പ്രോഫിറ്റിനേക്കാളും അവിടെ ഡോമിനൻസ് വരുന്നത് സർവീസ് മോട്ടീവ് എന്ന കോൺസെപ്റ്റിനാണ്. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, അതുപോലെ കൺസ്യൂമേഴ്സിനെ മൊണോപ്പൊളിയിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക, മിഡിൽമെന്നിനെ എലിമിനേറ്റ് ചെയ്യുക, വർക്കേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള വേജസ് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ദെൻ സ്റ്റെബിലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് ജോലിയിൽ ഒരു സ്ഥിരത വരുത്തുക. എംപ്ലോയീസിന് അവരുടെ ജോലി നഷ്ടപ്പെടും എന്ന ഭയമില്ലാതെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക. ഇതെല്ലാമാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്കണോമിക് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. കോർപ്പറേഷന്റെ സോഷ്യൽ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രിവെന്റ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാൻ ബൈ മാൻ, മനുഷ്യൻ മനുഷ്യനെ തന്നെ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുക. അതുപോലെ മെമ്പേഴ്സിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് നൽകുക. അണ്ടർ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും റെഡ്യൂസ് ചെയ്യുക. അണ്ടർ എംപ്ലോയ്മെന്റ് അൺഎംപ്ലോയ്മെന്റ് രണ്ടും വ്യത്യസ്ത ടേമുകളാണ്. ജോലി ഇല്ലാത്ത ഒരു അവസ്ഥേനെയാണ് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ അണ്ടർ എംപ്ലോയ്മെന്റ് എന്നത് ഒരാളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ജോലി അയാൾക്ക് ലഭിക്കാതിരിക്കുന്നതിനെയാണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെമോക്രസി, റെസ്പോൺസിബിലിറ്റി, ടോളറൻസ് എന്നിവ പ്രൊമോട്ട് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബെറ്റർ എഡ്യൂക്കേഷൻ ആണ് ബെറ്റർ കോപ്പറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ സക്സസ് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കോപ്പറേറ്റീവ്സ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസമല്ല, കോപ്പറേറ്റീവ് കോൺസെപ്റ്റുകൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ എഡ്യൂക്കേഷനും കോപ്പറേഷനും തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പ് സൃഷ്ടിക്കാനും കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കണം. മെമ്പേഴ്സിന്റെ അവയർനെസ്സും അതുപോലെ മാനേജ്മെന്റ് സ്കില്ലും ഇംപ്രൂവ് ചെയ്യാനും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സാധിക്കണം എന്നുള്ളതാണ് എഡ്യൂക്കേഷണൽ ബെനിഫിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. എത്തിക്കൽ ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. മെമ്പേഴ്സിന്റെ ഇടയിൽ ബ്രദർഹുഡ്നെസ് ആൻഡ് ഫെലോഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക, ലവ് ആൻഡ് സാക്രിഫൈസ് എൻകറേജ് ചെയ്യുക, ആളുകളുടെ മെമ്പേഴ്സിന്റെ ഇടയിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സക്സസ് എൻഷുർ ചെയ്യാൻ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വേണ്ട എലമെന്റ് ഹോണസ്റ്റി ആണ്. ഇതെല്ലാം ഉറപ്പുവരുത്തുക, അതാണ് എത്തിക്കൽ ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. There are no secret to success. It is the result of preparation, hard work and learning from failure. ഒരിക്കലും സക്സസിലേക്ക് യാതൊരുവിധ ഷോർട്ട് കട്ടുകളും ഇല്ല. നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ ഫെയിലിയേഴ്സിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുക. ആ യാത്രയുടെ ഒടുവിൽ നമുക്ക് സക്സസ് കിട്ടും. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.